ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ നൽകിയ 20-ലധികം മൊഴികൾ ഗൗരവ സ്വഭാവം ഉള്ളത് എന്ന് വിലയിരുത്തി പ്രത്യേക അന്വേഷണ സംഘം. മൊഴികൾ പരിശോധിച്ച പ്രത്യേക അന്വേഷണ സംഘം നടപടികളിലേക്ക് കടക്കുകയാണ്. പോക്സോ സ്വഭാവമുള്ള വെളിപ്പെടുത്തലിൽ വീണ്ടും മൊഴി എടുക്കാതെ നേരിട്ട് കേസെടുക്കാനാണ് തീരുമാനം. വി വിനോദാണ് ചേരുന്നത്. വിനോദ്, കോടതി വരെ ഇടപെട്ട സാഹചര്യമുണ്ട്. എഡിറ്റ് ചെയ്യപ്പെടാത്ത ഭാഗം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകണം എന്ന് കോടതി തന്നെ നിർദ്ദേശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മൊഴികളുടെ ഗൗരവം കൃത്യമായി അന്വേഷണ ഏജൻസി മനസ്സിലാക്കുന്നു. അതാണോ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അഭിലാഷ്, പൂർണ്ണമായും റിപ്പോർട്ട് അന്വേഷണ സംഘം വിലയിരുത്തി ഇതിൽ 20 പേരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് നേരത്തെ തന്നെ ലോക്കൽ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുണ്ട്. ഇതിന് പുറമെയാണ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ കമ്മിറ്റിക്ക് മൊഴി നൽകിയ നടിമാർ അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ജൂനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേസമയം പോക്സോ കേസുകളുണ്ട്. ഈ പോക്സോ കേസുകളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ അതിൽ പ്രത്യേകിച്ചൊരു മൊഴിയെടുക്കലിലേക്ക് പോകുന്നില്ല. നേരിട്ട് കേസെടുക്കാനാണ് തീരുമാനം. കാരണം അതിലൊരു കാലതാമസം വേണ്ടതില്ല എന്നത് തന്നെയാണ്. കോടതി നിരീക്ഷണത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കോടതിയിൽ ഇത് വരികയും റിപ്പോർട്ട് പൂർണ്ണമായും അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഗൗരവ സ്വഭാവമുള്ള കേസുകളിൽ കാലതാമസം വേണ്ടതില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിന്റെ വിലയിരുത്തലുണ്ടായത്. അതുകൊണ്ട് തന്നെ പോക്സോ കേസുകളിൽ നേരിട്ട് കേസെടുത്ത് മുന്നോട്ട് പോകും. ഈ 20 പേരുടെ ആദ്യഘട്ടത്തിൽ 20 പേരുടെ മൊഴി എടുക്കാനുള്ള തീരുമാനം ഇതിൽ അവരുടെ താല്പര്യം കൂടി ആരായും കേസുമായി മുന്നോട്ട് പോകേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ച്. കാരണം ഗ്രേവ് ക്രൈമുകൾ അല്ലാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 20 പേരിൽ മൊഴി നൽകുന്നവരിൽ പൂർണ്ണമായും അവർ കേസുമായി മുന്നോട്ട് പോകാനുള്ള താല്പര്യം അതുകൂടി ആരാഞ്ഞിട്ടാകും തുടർ നടപടികൾ അന്വേഷണ സംഘം തീരുമാനിക്കുക. അഭിലാഷ്, എന്തായാലും ഗൗരവ സ്വഭാവമുള്ള മൊഴികൾ തന്നെയാണ് ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മലയാള സിനിമാ മേഖലയിൽ ഉള്ളവർ നൽകിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണം.